ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രേപ്പിംഗ് സ്റ്റുഡിയോ. ഇന്ന് ദേവസേന സ്റ്റൈൽ ഓഫ് സാരി ഡ്രേപ്പിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദേവസേന ഡ്രേപ്പിങ്ങിൽ മെയിനായിട്ട് 9 യാർഡ് സാരികളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് മുന്താണിക്ക് ലെങ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ സാരിയിൽ നമ്മൾ ദേവസേന ഡ്രേപ്പിംഗ് സ്റ്റൈൽ ഉടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മുന്താണിക്ക് ലെങ്ത് കിട്ടത്തില്ല, ലെങ്ത് തീരെ കുറവായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലും 9 യാർഡ്സ് സാരി ഇല്ല. അതായത് സാധാരണ നമ്മുടെ സാരീസൊക്കെ വരുന്നത് 6 അടിയാണ്, 6 യാർഡ്സിൻ്റെയാണ് വരുന്നത്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 9 യാർഡ് സാരി സെപ്പറേറ്റ് മേടിക്കണം. സെപ്പറേറ്റ് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് 9 യാർഡ് സാരീസ്. ഇതിലുള്ളത് സാധാരണ ഒരു സാരിയാണ്. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് മുന്താണിക്ക് ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 9 യാർഡ്സിൻ്റെ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ദേവസേന ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉടുത്ത് കാണിക്കുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അത്രയും ലെങ്ത് ഈ സാധാരണ സാരിക്ക് ഉണ്ടാവത്തില്ല. കാരണം ഇതിലൊരുപാട് ചുറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് സാരി ഡ്രിപ്പിങ്ങിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സാരി. ദേവസേന സ്റ്റൈൽ ഓഫ് സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഡ്രേപ്പിങ്ങിൽ സാരി 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം ഒന്ന് മുന്താണിയുടെ പോർഷനായിട്ടും ഒന്ന് ലോവർ പ്ലീറ്റിൻ്റെ പോർഷനായിട്ടും മാറ്റുക. മുന്താണിയുടെ പോർഷന് നീളം കൂട്ടിയും ലോവർ പ്ലീറ്റിൻ്റെ പോർഷൻ നീളം കുറച്ചും എടുക്കാൻ നോക്കുക. അതാദ്യമേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയ ശേഷം അതിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള പൊസിഷൻ കണ്ടുപിടിക്കണം. ഇതിലിപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിടുക. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. അതിനുശേഷം ലോവർ പോർഷൻ്റെ, അതായത് ലോവർ പ്ലേറ്റിൻ്റെ പോർഷനാണ് ഇത്, ഇങ്ങനെ അടിയിലൂടെ ബാക്ക് സൈഡിലേക്ക് എടുക്കുക. ഇപ്പം നമ്മളിത് പുറകിലൂടെ എടുത്ത്, അതായത് ഫ്രണ്ടിലൂടെ പുറകിലേക്ക് എടുത്ത പോർഷനാണ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ചെയ്ത ശേഷം നമുക്കിത് പുറകിൽ ഫിക്സ് ചെയ്യണം. ഈ പ്ലീറ്റിന് അടിയിൽ തന്നെ എല്ലാ പ്ലീറ്റും വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് ഭംഗിയായിട്ട് പിൻ ചെയ്യാം. അതായത് പുറകിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒറ്റ പ്ലീറ്റ് മാത്രം കാണുന്ന രീതിയിൽ വേണം ഓരോ പ്ലീറ്റും സെറ്റ് ചെയ്യാൻ. നമ്മൾ സാധാരണ മുന്താണിയുടെ പ്ലീറ്റ് എടുക്കും പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ ടക്കിൻ ചെയ്യുക. അറേഞ്ച് ചെയ്ത ശേഷം ടക്കിൻ ചെയ്തു. ഇനി ഈ പ്ലേറ്റ് ഫിക്സ് ആയിരിക്കാൻ നമുക്ക് ഈ പോർഷനെ ഇങ്ങോട്ട് മാറ്റിയ ശേഷം ഈ അടിയിലേക്ക് പോയ പോർഷനും നേരത്തെ ഉള്ള പോർഷനും കൂടെ ചേർത്തിട്ട് നമുക്ക് അവിടെ ഒരു പിൻ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോർഷനും കൂടെ ചേർത്തിട്ട് ഇവിടെയും ഒരു പിൻ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് മുന്താണിയുടെ പോർഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ മുന്താണി എടുക്കും പോലെ നന്നായിട്ട് അടുക്കിയ ശേഷം പിൻ ചെയ്യുക. പിൻ ചെയ്ത് വച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ തന്നെ മുന്താണിയുടെ ഇറക്കം നോക്കിയിട്ട് പിൻ ചെയ്യാൻ നോക്കുക.
പോർഷൻ നമുക്ക് അപ്പുറത്തെ കാലിൽ ചെയ്ത പോലെ തന്നെ ഇതുപോലെ അടിയിലൂടെ ഇട്ട് ഇതുപോലെ ഫ്രണ്ടിലൂടെ പുറകിലൂടെ എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഒരു ചുറ്റൂടെ ചുറ്റി ഇതിങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ ഇതിങ്ങനെയായിട്ടുള്ളത് നമ്മളപ്പോൾ ഈ പോർഷനൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് അടുക്കി അറേഞ്ച് ചെയ്ത് വയ്ക്കുക. വച്ച ശേഷം വീണ്ടും ഈ പോർഷൻ നമ്മൾ ഈ കെട്ടിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ ഈ കെട്ടിനിടയിലൂടെ പതിയെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പ്ലീറ്റും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒന്ന് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെയുള്ള പോർഷൻ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുക. അതുപോലെ പുറകു വശത്തുള്ള പോർഷന് അകത്തേക്ക് ടക്കിങ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ അകത്തൂടെ എടുത്തിട്ട് ഇത്രയും പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഈ പ്ലേറ്റ് മാറ്റിയിട്ട് ഇങ്ങോട്ട് കയറ്റി ഒരു പിൻ ചെയ്യുക. ഇങ്ങനെ സ്ട്രെയിറ്റായി ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് കയറ്റിയിട്ട് ഒരു പിൻ കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിനടിയിലൂടെ എടുത്ത പോർഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ലെവൽ ചെയ്ത ശേഷം, ലെവൽ ചെയ്തില്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പിൻ കൊടുക്കുക. അപ്പോൾ ഈ ബോർഡർ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ബോർഡർ ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഞൊറിവെല്ലാം കൃത്യമായിട്ട് കിട്ടണം. ഇതുപോലെ നമുക്ക് ഈ ബോർഡറും ഭംഗിയായിട്ട് കിട്ടണം. ഈ ബോർഡറിനെ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിൻ ചെയ്യാം. പിൻ ചെയ്തിട്ട് താഴെയുള്ള ഈ ഞൊറിവുകളെല്ലാം ഒന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം. ഇനി ഈ ബോർഡർ ഒന്ന് നേരെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനും ഒരു പിൻ ചെയ്യാം. ഈ പിൻ ചെയ്ത ശേഷം ഇതുപോലെ ബോർഡർ ഒന്ന് നീറ്റായിട്ട് അടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ശേഷമുള്ള മുന്താണിയുടെ പോർഷൻ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ എനിക്കിത് മുന്താണിക്ക് ലെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് നാനിയാഡ്സ് സാരി എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മുന്താണിക്ക് ലെങ്ത് കിട്ടുന്നതാണ്. അപ്പം ഞാൻ നാനിയാഡ്സിൻ്റെ ഒരു സാരി മേടിച്ചിട്ട് ഞാനിത് ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 1-2 കമൻസായി റിപ്പീറ്റ് ചെയ്ത് കമൻറ്റ് വരുന്നുണ്ട്, ദേവസേന ഡ്രേപ്പിംഗ് ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും എടുത്ത് ക്ഷമിക്കുക. ഇതിൻ്റെ മുന്താണിക്ക് നീളം കുറവാണ്. സാധാരണ സാരിയിലാണ് ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.